ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ടി വി യുവജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ഇവിടെയുള്ളത് പ്രശസ്ത വാഗ്മിയും കൗൺസിലറുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പൊതുവെയുള്ളൊരു അഭിപ്രായമാണല്ലോ, യുവജനങ്ങളെ ഏറ്റവും അധികം വഴിതെറ്റിക്കുന്നത് ഇൻ്റർനെറ്റും ടി വിയും ഒക്കെയാണെന്ന്. എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ വഴിതെറ്റിക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം ആവശ്യമുള്ള സാധനങ്ങളല്ലേ. അതെ, ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്, ടി വി ആവശ്യമാണ്, മൊബൈൽ ആവശ്യമാണ്. ഇതൊക്കെ എന്തുമാത്രം വേറൊരു വഴിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് യുവജനങ്ങളെ. കാരണം ടി വി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അപ്പോഴപ്പോൾ നമ്മുടെ സ്വീകരണ മുറിയിലിരുന്ന് നമ്മൾ കാണുമായിരുന്നോ? ഇല്ല. ഇത് നമ്മുടെ മുറിയിലെ സ്വീകരണ മുറിയിലിരുന്ന് ലോകത്തിലെ സംഭവങ്ങൾ കാണാൻ നമ്മളെ സഹായിക്കുന്ന നിലയിൽ ടി വി നല്ല സാധനമാണ്. അന്നത്തെ ന്യൂസുകളെല്ലാം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അതുകൊണ്ട് യുവജനങ്ങൾ വഴിപിഴച്ചു പോകുന്നു എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ അവരെ പ്രാപ്തരാക്കുന്നതിൽ മുതിർന്ന തലമുറ പരാജയപ്പെട്ടു പോകുന്നു എന്നെനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. കാരണം മൊബൈൽ നല്ല സാധനമല്ലേ. ഇപ്പം എൻ്റെ എല്ലാ പരിപാടികളും ചാർട്ട് ചെയ്യപ്പെടുന്നത് മൊബൈലിലൂടെ. ആരും വീട്ടിൽ വന്ന് വിളിച്ചിട്ട് കൊണ്ടുപോകുന്നൊന്നുമില്ല. അപ്പോൾ മൊബൈലെന്ന് പറയുന്നത് ഏറ്റവും അധികം എന്നെ സഹായിക്കുന്ന ഒരു സാധനമാണ്, എന്നെ നല്ല എല്ലാവരെയും. പക്ഷെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഏറ്റവും വില കൂടിയ മൊബൈൽ ഫോണ് ഗിഫ്റ്റായി മേടിച്ചു കൊടുത്തും, അല്ലെങ്കിൽ അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിലൂടെ കാണാനുള്ള സൗകര്യങ്ങൾ വീട്ടിലെ മാതാപിതാക്കൾ ചെയ്തു കൊടുത്തും കൊണ്ടും പിള്ളേർ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് മൊബൈലാണ് കുറ്റക്കാരൻ എന്നങ്ങനെ പറയുക. ഇൻ്റർനെറ്റ് നല്ലതല്ലേ. നമുക്ക് വീട്ടിലിരുന്ന് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ അറിവുകളും നമ്മുടെ മുന്നിൽ കൊണ്ടുത്തരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് മോശമല്ല. പക്ഷേ ഇൻ്റർനെറ്റിലൂടെ നമ്മുടെ കുട്ടികൾ വേണ്ടാധീനങ്ങൾ കണ്ട് വേണ്ടാത്ത ലൈനിലേക്ക് പോകുന്നത് ഇൻ്റർനെറ്റിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് ഉപയോഗിക്കുന്ന മനസ്സുകളുടെ വൈകല്യങ്ങളുണ്ട്. യൂത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ഇതെല്ലാം കാണാനുള്ള ആഗ്രഹമുണ്ട്, എല്ലാം അറിയാനുള്ള ആഗ്രഹം വരുന്ന സമയമാണത്. ടി വി നമ്മുടെ യുവജനങ്ങളെ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കാമോ? ടി വി എന്ന് പറയുന്നത് നല്ലൊരു മാധ്യമമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ടി വി ഇന്നിപ്പോൾ കുടുംബങ്ങളിൽ എത്ര ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒഴിച്ചുകൂടാൻ പറ്റത്തില്ലാത്തൊരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ടി വിയിൽ നോക്കിയിട്ടാണ് പല വീട്ടമ്മമാരും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. പരസ്യങ്ങൾ കണ്ടിട്ടാണ് ഇപ്പോൾ ഓരോ പാത്രങ്ങൾ പോലും തിരഞ്ഞെടുക്കുന്നത്. കൊച്ചുകുട്ടികൾ തൊട്ട് നമുക്ക് തുടങ്ങാം. കുട്ടികളായിരിക്കുമ്പോൾ ടി വി ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുന്നിൽ കൊണ്ട് കിടത്തിയിട്ട് അമ്മമാർ ജോലി ചെയ്യുകയാണ്. അമ്മമാർ പറയുന്നത് എൻ്റെ കൊച്ചിന് അത് വെച്ചു കൊടുത്താൽ മതി, അവിടെ കിടന്നോളും. ഭക്ഷണം കഴിക്കുന്ന ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് ഉരുട്ടി കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാർട്ടൂൺ, പോഗോ, ഡിസ്നി, ഇങ്ങനെയുള്ള ഒത്തിരി ചാനലുകളുണ്ടല്ലോ പിള്ളേരെ ആകർഷിക്കുന്നത്. അതിനകത്ത് എല്ലാം പോസിറ്റീവാണെന്ന് എനിക്ക് തോന്നാറില്ല. കാരണം പണ്ട് എനിക്കുണ്ടായൊരു സംഭവം, ഞാനൊരു വീട്ടിൽ ഇതുപോലെ ഒരു ക്ലാസ് എടുക്കാൻ പോയൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയത്. ഒരു അപ്പനും അമ്മയും 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവരെനിക്ക് ഫുഡ് വിളമ്പി വെച്ചിട്ട് ഫുഡ് ചൂടാക്കാൻ വേണ്ടി ഇവരകത്തേക്ക് കയറി. ഒരു കൊച്ചുണ്ട്, അവനൊരു വലിയ തോക്കെടുത്തുകൊണ്ട് വന്ന് എൻ്റെ നേരെ ഇങ്ങനെ വെടിവെക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അനങ്ങാതെ ഇവനെ നോക്കിയിരിക്കുക. ഇവൻ ഈ തോക്ക് തിരിച്ചു പിടിച്ച് വെടിവെച്ചിട്ട് ചത്ത് കിടക്കുകയാണ് നിലത്ത്. അപ്പം ഞാൻ അവൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവൻ ചാവേറാന്നാ തോന്നുന്നു, ഇവൻ തേണ്ട ചത്തുപോയി പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ടി വിയുടെ ഇൻഫ്ലുവൻസാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഗെയിംസ്, അപ്പോൾ അതെല്ലാം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്ക് പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഡ്രസ്സ്, ഫാഷൻ, പിന്നെ ഇത് പരസ്യങ്ങളിൽ കാണുന്ന സാധനങ്ങൾ തേടി അത് വേണമെന്ന് പറഞ്ഞുള്ള വാശി, പ്രത്യേകിച്ച് പാസ്ത, നൂഡിൽസ്, ഇതുപോലെയുള്ള സാധനങ്ങൾ പിള്ളേർ വഴക്ക് പിടിച്ച് അപ്പനെ അമ്മയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതിൽ ടി വിക്ക് ഒരു വലിയ പങ്കുണ്ട് കേട്ടോ. അതില്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചെറുപ്പക്കാർ വന്നപ്പോഴത്തേക്ക് ഈ ക്രിക്കറ്റ്, സ്പോർട്സ് അവരത് ഫുൾ ടൈം സമയം അതിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പം ഈ ക്രിക്കറ്റിൻ്റെ ഇത് സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ സ്കൂളിൽ പോകത്തില്ല. ഇനി സ്കൂളിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അടുത്ത കൂട്ടുകാരുടെ ആരുടെയും വീട്ടിൽ പോയിരുന്ന് ഇത് കാണുകയാണ്. അപ്പോൾ ഫുൾ ടൈം അതിന് പിള്ളേരെ പിടിച്ചിരുത്തുന്ന ഒരു
സംഭവമായിട്ട് അത് മാറിയിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല, ക്രിക്കറ്റ് കാണുന്നതിൽ യൂത്ത് ആണ് ഒരു പ്രധാന യൂത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. യുവജനങ്ങളാണ് അതിന് അഡിക്റ്റ് ആണ്. ഈ മദ്യപാനം പോലെ തന്നെ ഒരു അഡിക്ഷൻ അതിനകത്ത് വരുന്നുണ്ട് പിള്ളേരുടെ ഇടയിൽ. വീട്ടമ്മമാരുടെ ഇടയിൽ സീരിയല്, വീട്ടമ്മമാരിലല്ല കേട്ടോ, പുരുഷന്മാർ കാണാറുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഇപ്പൊ കത്തോലിക്ക കുടുംബങ്ങൾ അല്ലെങ്കിൽ എല്ലാ വീടും നമ്മുടെ വഴിയെ നടന്നു പോയാൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു നമ്മൾ എങ്ങനെ അറിഞ്ഞിരുന്നത്? വീട്ടിൽ നിന്ന് ഉയർന്നിരുന്ന പ്രാർത്ഥന, നാമം ജപിക്കുന്ന കേൾക്കാം. നാമം ജപിക്കുന്ന കുരിശ് വരയ്ക്കുന്ന ഒന്നും അല്ല ഇപ്പൊ കേൾക്കുന്നത്. ഇപ്പൊ ആ സീരിയലുകളാ. അപ്പൊ അത് അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു. അതോർത്ത് വിഷമിക്കുന്ന വീട്ടമ്മമാര്, അയ്യോ അവർക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയുന്ന വീട്ടമ്മമാർ ഇനി വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് ആ ബന്ധത്തിലുള്ള വീട്ടിലേക്ക് വിളിക്കുന്നു, ഇതിന്റെ ബാക്കി എന്നാന്നൊന്ന് പറയാവോ? അപ്പം ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട് ഇത് ചെറുപ്പക്കാരെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കോളേജ് കുട്ടികളെ ആണെങ്കിലും പഠിത്തത്തിൻ്റെ സമയം ഏറ്റവും കൂടുതൽ അപഹരിക്കുന്നത് ടി വിയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ടി വി വന്നതുകൊണ്ട് പിള്ളേരെല്ലാം പഠിക്കുന്നില്ല എന്നല്ല, അവർക്കൊരു ടൈം മാനേജ്മെൻറ്റ് ഇല്ലാത്തതാണ് അതിൻ്റെ കാരണം. പിന്നെ ഈ മുതിർന്നവർ, പ്രത്യേകിച്ചും ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ സമയം കളയാൻ വേണ്ടി അവർ ടി വിയുടെ മുന്നിലിരിക്കും. അപ്പം ഇത് കുട്ടികളുടെ സമയം, പഠിത്തത്തിൻ്റെ സമയം പ്രത്യേകിച്ച് ഒത്തിരി. അതെനിക്കൊരു കേസ് വന്നപ്പോൾ എന്നോട് ഒരു മരുമകൾ പറഞ്ഞതാണ്, ചെവിയും കേൾക്കുകയില്ല കണ്ണും കേൾക്കുകയില്ല വല്യമ്മച്ചിക്ക്, അമ്മായിയമ്മയ്ക്ക്. പക്ഷെ അവർ ഫുൾ ടൈം ഇത് ഉറക്ക വെച്ചിട്ട് വഴിക്കോട്ട് നോക്കിയിരിക്കും. കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അതാണ് അവർ പറഞ്ഞത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സ്റ്റഡിയാണ് കുട്ടികളുടെ പഠന വൈകല്യങ്ങളെക്കുറിച്ച്. പഠന വൈകല്യങ്ങളെക്കുറിച്ചുള്ള സ്റ്റഡി പറയുന്നത് എന്താ പറയുക, 45 മിനിറ്റ്സിൽ കൂടുതൽ ടി വി കാണുന്ന കുട്ടികളിൽ വൈകല്യങ്ങൾ ഉണ്ടാവും. 45 മിനിറ്റ്സ് ആണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോഗ്രാം കാണാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ കണ്ടാൽ അത് നമ്മളുടെ ബ്രെയിനിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ഈ പിക്ചറൈസേഷൻ. ഈ പിക്ചറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ വേറെ എന്തൊക്കെ പഠിച്ചാലും പിന്നെ തലേ കയറത്തില്ല. ഈ പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്, കുട്ടികൾ സ്ഥിരമായിട്ടും ഈ ആനിമൽസിൻ്റെ ഒക്കെ കാർട്ടൂൺ കാണുന്ന കുട്ടികൾ അവർ ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നത് തന്നെ ഈ ആനിമൽസിൻ്റെ ഒക്കെ സ്വരത്തിലാണ്. അല്ല, അത് അത്രമാത്രം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. ഈ 45 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം, പഠന വൈകല്യങ്ങളിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ആദ്യം ചെയ്യുന്ന ബാഗ് എടുത്തെറിയുന്നു, ഷൂ എടുത്തെറിയുന്നു, എന്നിട്ട് നേരെ റിമോട്ട് എടുത്തുകൊണ്ട് ആ സെറ്റിയിലോട്ടൊരു ഇരിപ്പാണ്. സെറ്റിയിലോട്ട് ഇരിപ്പിട്ട് അവിടെ ഇട്ടാണ് അവിടെ ആണ് അമ്മ കഴിക്കാൻ കൊടുക്കേണ്ടത്, അല്ലെ കുടിക്കാൻ കൊടുക്കേണ്ടത്. അത് കണ്ട് ഇത് ഓൺ ചെയ്ത് റിമോട്ടാണ് കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവരെ ഒന്ന് കുളിപ്പിക്കണ വലിയ പാടാണ്. പിന്നെ കുറേ കഴിയുമ്പോൾ ഹോംവർക്ക് ചെയ്യാൻ അമ്മ പറയും നിർത്ത്. ഇത് നിർത്തിയിട്ട് ഹോംവർക്ക് ചെയ്യാൻ എഴുതുന്നു, അല്ലെ പഠിക്കാനിരിക്കുന്നു. ആ കുട്ടികളിൽ പഠിച്ചുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ലെന്ന്. ഇൻ ബിറ്റ്വീൻ അതിനിടയിൽ, അതായത് 45 മിനിറ്റ്സ് ടി വി കണ്ടു കഴിഞ്ഞ് പിള്ളേരെ കുളിക്കാനോ എന്തിനേലുമൊക്കെ വിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അവരെ പഠിക്കാൻ ഇരുത്താവും. അല്ലെങ്കിൽ പഠിത്തം നിർത്തി, ചില പിള്ളേരെ അമ്മമാർ പ്രോമിസ് ചെയ്യും, ഇത്രയും ഭാഗം എഴുതി വെക്കുക, ഇത്രയും ഭാഗം പഠിച്ചു വയ്ക്കുക, ഇത് തീർന്നാലുടനെ അമ്മ ടി വി വെപ്പിക്കാം. ഈ കൊച്ചിത് ഫാസ്റ്റായിട്ട് ചെയ്യുകയാണ്, പഠിക്കാൻ വേണ്ടി ചെയ്യല്ല. കാരണം അതിൻ്റെ ഉദ്ദേശം മുഴുവൻ ഈ ടി വി കാണുക എന്നുള്ളതാണ്. ടി വി കാണാൻ വേണ്ടി ഈ കൊച്ച് ഫാസ്റ്റായിട്ട് ഈ ഹോംവർക്കും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കൊച്ചു ചോദിക്കും, അമ്മേ തീർന്നു ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിക്കും. ആ വെച്ചോടാന്ന് പറയും. അപ്പോൾ ഈ വെച്ചോടാന്ന് പറയുമ്പോൾ ഈ കൊച്ച് എന്ത് വെച്ച് കാണുന്നോ ഇത്രയും നേരം പഠിച്ചത് വെറുതെയാകുക. അതുകൊണ്ട് ടി വി കൊണ്ട് ഒത്തിരി ദോഷങ്ങളുണ്ട് കുട്ടികൾക്ക്. പക്ഷെ അത് മിക്കവാറും പേരൻസിനൊന്നും അറിയില്ല. അവർ വിചാരിക്കുന്നത്, നമുക്കറിയാം ഈയിടെ തന്നെ അധികം നാളായിട്ടില്ല ഈ ടി വി കാണണ്ട, പള്ളിയിൽ പോകുന്ന സമയമായി, കുർബാനയ്ക്ക് സമയമായി, കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങടാം എന്ന് പറഞ്ഞു. എനിക്ക് ടി വി കാണണം, ടി വിയിൽ ഈ പ്രോഗ്രാം കാണണം, നീ പള്ളി വരുന്നില്ലെങ്കിൽ ടി വിയും കാണണ്ടെന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തിട്ട് മാതാപിതാക്കൾ പള്ളിയിലേക്ക് പോയി. അവൻ മുറി കയറി കഥ അടച്ചു. തിരിച്ചു വന്ന മാതാപിതാക്കൾ കണ്ടത് മകൻ ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തതാണ്. ടി വി ഓഫ് ചെയ്യാൻ മാത്രമായിരിക്കില്ല, അവരതെല്ലാം വലിച്ചു പറിച്ച് ഡിസ്കണക്ട് ചെയ്ത് കാണും. അല്ലെ ഇവർ പോയി കഴിയുമ്പോൾ അവന് കാണാമല്ലോ. ഇതിനകത്തുള്ള ഒരു മാതാപിതാക്കളുടെ ഒരു കുഴപ്പമാണ്, അങ്ങനെ അടിച്ചേൽപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ അവനെ കൂടെ കൂട്ടി പള്ളിയിലേക്ക് തീർച്ചയായിട്ടും. അല്ല, അവർ ചെയ്യുന്ന തെറ്റാണ്. ചിലപ്പോൾ ഈ ചില വീഡിയോകളുണ്ട്, 10ാം ക്ലാസ്സായി, 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചുണ്ടെങ്കിൽ മൊത്തം കട്ട് ചെയ്തിരിക്കുക, ടി വി കട്ട് ചെയ്തു, എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും കട്ട് ചെയ്തു 1 വർഷത്തേക്ക്. പിന്നെ അമ്മ വീട്ടിലിരുന്ന് ലീവ് എടുത്ത് കൊച്ചിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഒരു സെറ്റ് പുസ്തകം, കൊച്ചിനൊരു സെറ്റ് പുസ്തകം. സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിള്ളേർ പഠിക്കട്ടെ, അവർക്ക് അത്യാവശ്യം ഒരു വിശ്രമമാണ്. ടി വി കാണിക്കണം, സെലക്റ്റീവ് ആയിരിക്കണം. ടി വി കാണിക്കണ്ട എന്നുള്ള പോളിസിക്കാരിയല്ല ഞാൻ, സെലക്റ്റീവ് ആയിരിക്കണം. ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന നല്ല പ്രോഗ്രാം ഉണ്ട്, അവർ അഡിക്റ്റ് ആകുന്ന പ്രോഗ്രാംസ് വേണ്ട, അല്ലാതെ നല്ല പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഇത്ര സമയം മോന് കാണാം, ഇത് മോന് ടി വി കാണാനുള്ള നേരം, അല്ലെങ്കിൽ അടുത്ത സമയം മോന് കളിക്കാനുള്ള സമയം. പുറത്തിറങ്ങി കളിക്കാൻ വേണ്ട, അത് മണ്ണ് വരാൻ വിടത്തില്ല, മഴ നനയാൻ വിടത്തില്ല. അതാണ് ഈ ടി വിയുടെ അടുത്ത് പിള്ളേർ കൂടുതൽ ഇരിക്കുന്നത്, പുറത്തോട്ട് ഇറക്കത്തില്ലല്ലോ. അപ്പോൾ ആ പ്രകൃതിയുമായിട്ടൊന്ന് ഇറക്കി വിട്ട് കുറച്ച് കളിച്ച് തല്ലിക്കളിച്ചൊക്കെ ഇഞ്ഞ് കയറി വരുമ്പോൾ പിള്ളേർക്ക് ടി വി കാണുന്നതിൻ്റെക്കാളും ആ കളി ഇഷ്ടമാകും.
നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്കൊന്നും വിടുന്നില്ല, അതുകൊണ്ട് ടി വിക്ക് അഡിക്റ്റ് ആകുന്നു. ഇനി ചെറുപ്പക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ഇംഗ്ലീഷ് ഫിലിമുകൾ അല്ലെങ്കിൽ അവർ കാണുന്ന ഹിന്ദി, നമ്മുടെ പിള്ളേരാരും മലയാളം സീരിയലല്ല കാണുന്നത്. ടീനേജേഴ്സ് കാണുന്ന മുഴുവൻ ഹിന്ദി സീരിയലാണ്. അവർക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല, ഇത് മനസ്സിലായിട്ടുമില്ല. അവർ ഈ ഫാഷന് വേണ്ടിയാണ്, അതൊരു ട്രെൻഡാണ്. നല്ല മാലകൾ, നല്ല കോസ്റ്റ്യൂംസ്, ഇത് കാണാൻ വേണ്ടി പല പിള്ളേരും പറയാറുണ്ട്, ഒന്നും മനസ്സിലായിട്ടൊന്നുമല്ല. പെൺകുട്ടികൾ കാണുന്ന ആ സാധനങ്ങളാണ്. പിന്നെ ആൺകുട്ടികൾ സ്പോർട്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നല്ലതും ചീത്തയുണ്ട്. നല്ലതുണ്ട്, വായന കുറയാൻ ഈ ടി വി പിള്ളേർക്ക് ഇടയിൽ ഒരു കാരണമായിട്ടുണ്ട്. പണ്ട് നമുക്കൊക്കെ വായിക്കാൻ എക്സ്ട്രാ ടൈം കിട്ടുമായിരുന്നു, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാമായിരുന്നു. എനിക്കുണ്ടായൊരു സംഭവം ഞാൻ പറയാം. എനിക്കൊരു പെൺകുട്ടി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതാണ്. ആ കുട്ടി ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുക. ഈ കുട്ടി കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, അതിന് അമ്മ കൊണ്ടുവന്നൊരു കുട്ടിയാണ്. ഈ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഷെൽഫിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. മലാലയുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇവൾ ഈ പുസ്തകത്തെ നോക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, മോക്കറിയാം, മനസ്സിലായില്ലേ എന്താണെന്ന്? ഉടനെ അവൾ എന്നോട് ചോദിച്ചു, ഹിന്ദി ഫിലിം സ്റ്റാർ ആണോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അല്ല. ഞാൻ ഈ പുസ്തകം കയ്യിൽ കൊടുത്തു, മലാല ആരാന്നും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുക, ഞാൻ 1.5 വർഷമായിട്ട് വേറൊരു നാട്ടിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ പത്രം വായിച്ചിട്ടില്ല. 1.5 വർഷമായിട്ട് അവൾ പത്രം വായിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടി നീ MBA വരെ പഠിച്ചു കുട്ടിയാണ്, നിനക്ക് ലാപ്ടോപ്പ് ഇല്ലേ, നിനക്ക് ന്യൂസിനകത്തോടെ ഒന്ന് കടന്നു പോകരുതോ എല്ലാ ദിവസവും? അപ്പോൾ അവൾ എന്നോട് പറയാം, അതൊന്നും ഞാൻ കാണല്ല, ഞാൻ 8 മണിയാകുമ്പോൾ എഴുന്നേക്കും, ഞാൻ ജോലിക്ക് പോകും, വൈകുന്നേരം വരും, കുളിക്കും, ചിലപ്പോൾ ഞാൻ കഴിക്കും, ചിലപ്പോൾ കഴിച്ചില്ലെന്ന് നോക്കും, അല്ല ഈ ബ്രെഡും ഇതൊക്കെയാണ് സ്ഥിരം കഴിപ്പ്, എന്നിട്ട് ഞാൻ കിടക്കും. അപ്പോൾ ഇവക്ക് ഈ പത്രം വായിക്കുന്നില്ല, അവൾക്ക് ആ ഒരു പത്രം വായിക്കുന്നില്ല, ടി വി കാണുന്നില്ല, ഒന്നും, അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അതെ, അത് പ്രത്യേകിച്ച് സ്ത്രീകളാണെന്ന് തോന്നുന്നു. കുട്ടികളില്ല, പത്രം വായനയില്ല. ഈ വായന കുറയാൻ ടി വി ഒരു കാരണമായിട്ടുണ്ട്. ന്യൂസ് അവർ കാണുന്നൊന്നുമില്ല, ന്യൂസ് കാണുന്ന വീട്ടിലെ കാരണവന്മാരാ, ന്യൂസ് അവർ കാണുന്നില്ല. പക്ഷേ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ചെറുപ്പക്കാർക്ക് ടി വി കാണാതെ, ഇപ്പം നമ്മളെങ്ങനെ ഈ നേപ്പാൾ ദുരന്തം നമ്മൾ വീട്ടിലിരുന്ന് കണ്ടത് ടി വി ഉള്ളത് കൊണ്ടല്ലേ. അത് കാണാതിരിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ മാതാപിതാക്കൾ അവരുടെ കൂടെ ഇരിക്കണം. അവരെന്ത് കാണുന്നു ചെറുപ്പം മുതൽ കുറച്ച് സമയം അവരെന്താണ് കാണുന്നത്, അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടുന്ന ഒരു കാര്യമാണോ അവർ കാണുന്നത് എന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്ന പല ഹിന്ദി സോങ്സും ഒക്കെ ആണെങ്കിൽ തന്നെയും അതിലെ വസ്ത്രധാരണ രീതി, ഇതൊക്കെ കുട്ടികളെ ഒരു വിധത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ധാരാളം കൊച്ചു കുട്ടികൾക്ക് പോലും നല്ല ഫാഷൻ സെൻസ് ഉണ്ട്, അവരാണ് തീരുമാനിക്കുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, നമ്മുടെ വീട്ടിൽ അമ്മമാരാണ് തീരുമാനിക്കുന്നത് പെൺകുട്ടികളുടെ ഡ്രസ്സ്, ആൺകുട്ടികളുടെ ഡ്രസ്സ്. മക്കളെ കൊണ്ട് പോകുന്നു, അവരോ അമ്മമാർ പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുന്നു. ഇപ്പം പിള്ളേരൊന്നും എടുത്തൊന്നും ഇല്ല, അമ്മമാർ വാങ്ങിച്ചാലൊന്നും, അവരാ തീരുമാനിക്കുന്നത് എന്ത് വാങ്ങിക്കണം. ഇപ്പൊ ചില പെൺകുട്ടികൾ ഓരോ ഡ്രസ്സിൽ വരുന്ന കണ്ടാൽ ഇവർ വീട്ടിൽ നിന്ന് തന്നെയല്ലേ, അമ്മയുടെ മുമ്പിൽ നല്ല ഇറങ്ങി വന്നതെന്ന് തന്നെ ചോദിക്കാൻ തോന്നുന്നു. അതുപോലെ അമ്മമാരും അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അമ്മമാരും മക്കളും കൂടെ വരുന്ന കണ്ടാൽ അമ്മയാണോ മോളാണോ എന്ന് തോന്നുകയില്ല. എനിക്ക് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഭയങ്കര വൾഗറായിട്ട് വരുന്ന ചില അമ്മമാരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ്സ് പറയാൻ എന്താണ് അവകാശം, ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് ശരിയാകുക എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് നോ എന്ന് പറയുന്നോ അവർക്കത് കാണണം. നമ്മൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തുന്ന എല്ലാവർക്കും ഉള്ളൊരു കാര്യം, മൂടി വെക്കുന്നതെല്ലാം തുറന്നു കാണാനുള്ള ഒരു ആഗ്രഹം, അത് കുട്ടികളുടെ ഇടയിൽ കൂടുതലാണ്. അപ്പോൾ ടി വി കാണിക്കണ്ട, ടി വി ഇല്ലാതെ നമുക്ക് ജീവിക്കാം, അങ്ങനെ ടി വി ഇല്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചു. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു റേഡിയോ ആണ്. ആ റേഡിയോക്കകത്തുനിന്ന് വരുന്ന ന്യൂസ് അത് വീട്ടിൽ കാരണന്മാർ വെക്കുന്നു, കാണുന്നു. പിന്നെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ആഘോഷം എന്ന് പറയാൻ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന, അത് രാത്രി 10 മണിക്കാണ്. അതൊന്ന് കേൾക്കണമെങ്കിൽ എത്ര പേരുടെ കാലും കൈയും പിടിച്ചിട്ടാണ്. ഇനി ഒന്ന് കേൾക്കുമ്പോൾ അതിനകത്തുനിന്ന് വേണ്ടാത്ത വല്ല പാട്ടുക വരുന്നെങ്കിൽ കാരണം ഒരു ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങടി എന്ന് പറയും. അപ്പം അന്ന് നമ്മൾ പാടുന്ന പാട്ടുകൾ, അത് അല്ലെ നമ്മൾ കാണുന്ന സിനിമകൾ, ഇതൊക്കെ അത്രമാത്രം ഈ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെൻസർ ചെയ്തായിരുന്നു നമ്മളെ കാണിച്ചിരുന്നത്. അത് വീട്ടില് സെൻസർ ബോർഡ് ഉണ്ടായിരുന്നു. എൻ്റെ അപ്പനൊരു സെൻസർ ബോർഡായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നിത്യവിശുദ്ധിയാ കന്യാമറിയമേന്നോ പാവനനാ മാട്ടിടയാന്നൊക്കെയുള്ള പാട്ട് വരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്നതിനെ കൂടെ വിളിച്ചുകൊണ്ടിരുത്തുക, മക്കൾ പാടി പഠിച്ചോളാം. എന്നാൽ മക്കൾ ഇതാ പാടി പഠിക്കേണ്ടത്. അതൊരു പോസിറ്റീവ് തിങ്കിങ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷേ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴും നല്ല വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, ഈവൻ വിദേശത്ത് പോലും, അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് അതുപോലെ ആ പാരമ്പര്യം എല്ലാം നോക്കി കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കളും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ ഈ വിദേശത്ത് ഞാൻ യാത്ര ചെയ്യുന്ന ആളെന്നല്ല ഞാൻ പറയാം, അവിടെ ഇത് കൂടുതലാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവർക്ക് പേടിയാണ്, അവർക്ക് ബന്ധങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് അവർ വിശ്വാസം കൂടുതൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ ടൈം കൊടുക്കാനില്ല. അതെ. അതാണ് അവിടുത്തെ ഒരു പ്രശ്നം. മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ടൈമില്ല. അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്നു, പിള്ളേർ നേരത്തെ വരുന്നു, അപ്പോൾ പിള്ളേർ ഒരു സെറ്റിയിലോട്ടിരുന്ന് ഈ വേണ്ടത്തെല്ലാം കാണും. നമ്മുടെ ഇവിടെ അത്രയ്ക്കും ടൗൺ ഏരിയയിൽ മാത്രമേ ഉള്ളൂ അപ്പനും അമ്മയും പോകുന്ന, രണ്ടുപേരും പോയി പിള്ളേർ വീട്ടിൽ വന്ന് ഫുൾ ടൈം ഇരിക്കേണ്ടി വരുന്നു. അല്ലാത്തടത്തൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാം, പക്ഷെ അവരാരും പറഞ്ഞ പിള്ളേർ കേൾക്കുന്നില്ലെന്നുള്ളതാണ് ഈ പലപ്പോഴും. പേടിയാണ് ഇന്ന് പലർക്കും പിള്ളേരെ ഒന്ന് ശാസിക്കാനോ ഒക്കെ പേടിയുണ്ട്. അത് ശരിയാണ്. മാതാപിതാക്കൾക്ക് മക്കളെ പേടിയാ, തല്ലാൻ പേടി, വഴക്ക് പറയാൻ പേടി, തിരിച്ചു തല്ലും. അല്ലെ ഇവർ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാലോ, പേരൻസ് ചിലപ്പോൾ പറയാറുണ്ട്, വല്ല ഒരു പബ്ലിക് പ്ലേസിൽ പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണോ എന്തെങ്കിലും ഒരു സംഭവത്തിന് പോയാൽ അവിടെ വെച്ച് ആരുടെയും കേൾക്കാൻ പിള്ളേരെ വഴക്ക് പറയാൻ പേടിയാ. തിരിച്ച് പെട്ടെന്ന് ബാക്ക് ആൻസർ വന്നാൽ മാതാപിതാക്കൾ നാണം കെട്ടുപോകും. അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്ന വീട്ടില് പേരൻസുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു തലങ്ങളിൽ. അതെ അതെ. പിന്നെ പേരൻസ് എനിക്ക് തോന്നുന്നു അവരെ അങ്ങനെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരിടത്ത് മാറ്റി നിർത്തി മോനെ അത് ശരിയായില്ല എന്ന് പറയാമല്ലോ. അതുപോലെ ശിക്ഷിക്കും, അല്ലെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അല്ലെ വിമർശിക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒക്കെ ഞാൻ ഒരു കഥ ഓർക്കണം. പണ്ടൊരു ഗുരു പറഞ്ഞത്, അതായത് ഗിറ്റാർ എന്ന് പറയുന്ന സംഗീതോപകരണം, അത് കൂടുതൽ മുറുക്കി കഴിഞ്ഞാൽ, അതിൻ്റെ കമ്പി മുറുക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അത് അയഞ്ഞു കഴിഞ്ഞാലോ സംഗീതം തരാതാവും, നല്ല ശ്രുതിസാന്ദ്രമായ സംഗീതം കിട്ടാതാവും. ഇതിൻ്റെ ഇടയിൽ വേണം ശാസനയും. അതുപോലെ വേണം കുട്ടികൾക്ക്. നമ്മൾ കുട്ടികളെ പേരൻസ് അല്ലെങ്കിൽ അധ്യാപകർ ആരാണേലും ശാസിക്കുമ്പോഴും ആ ഒരു ഇടയിലുള്ള സമീപനം തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ടി വി എന്ന് പറയുന്ന സാധനം പേരൻസിനും ആവശ്യമുള്ളതാണ്. അതെ. പിള്ളേരും പേരൻസും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അമ്മയ്ക്ക് കാണണ്ടതല്ല കൊച്ചിന് കാണണ്ട, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിയന്ത്രിക്കുന്നത് ഭരണം മക്കളുടെ കയ്യിലാണ്. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അവർ പറയുന്നതാണ് പലപ്പോഴും. ടി വിയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, റിമോട്ട് കൊണ്ട് പാത്ത് വെക്കും പിള്ളേർ, അമ്മ ചോദിക്കുമ്പോൾ കാണത്തില്ല. പിന്നെ അപ്പം വരും. എനിക്ക് ചില ഭർത്താക്കന്മാർ പറയാറുണ്ട്, ഞാൻ വന്നാലൊന്ന് എഴുന്നേക്കണമല്ലോ അവള്, ഞാൻ വന്നാലൊന്ന് ചോറ് വിളമ്പാൻ വരണമല്ലോ അവള്. ഒരു ഭർത്താവ് പറഞ്ഞാൽ ഞാൻ അവളോട് വിശക്കുന്നെന്ന് പറഞ്ഞു, മിണ്ടാതിരിക്കുക, പരസ്യം വരുമ്പോൾ അങ്ങാണോ ആട്ടെ, ഒന്ന് മിണ്ടായിരിക്കുന്നു പറഞ്ഞു. അയാളൊരു ഫ്ലവർ വാസ് എടുക്കുക, ഒരു ഏറ് വെച്ച് കൊടുത്തു, ടി വി പൊട്ടിപ്പോയി. അയാൾ പറഞ്ഞത് എനിക്ക് അരിശം വന്നു, കാരണം ഞാൻ വിശന്ന് കൂറ കുത്തി തളർന്ന് വന്നതാണ്. അപ്പം മിണ്ടായിരിക്കാനാണ് എന്നോട് ഭാര്യ പറഞ്ഞു, കാരണം അവള് സീരിയലിനകത്താണ്. അങ്ങനെ കുറച്ച് ദോഷങ്ങളുണ്ട് ഇതിന്. കുട്ടികളാണേലും അതെ. അപ്പം കയറി വരുമ്പം ടി വി കണ്ടോണ്ട് ആ കിടപ്പാണെങ്കിൽ അവിടെ കിടക്കും, അവിടുന്ന് ഒന്ന് എഴുന്നേക്കാനുള്ള ആ ഒരു മനസ്ഥിതിയില്ല. അതൊക്കെ ഇല്ല. കടുത്ത ഏകാന്തതയുള്ള ധാരാളം അപ്പന്മാരുണ്ട് ഇവിടെ, ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, മക്കളെല്ലാം വിദേശത്തൊക്കെ ഉള്ളവർ. അവരിതിനെ അല്ലാതെ പിന്നെ അതിനെ ആശ്രയിക്കും, അവർക്ക് വേറെ ഒന്നിനെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിനങ്ങനെയുള്ള നല്ല ചില വശങ്ങളുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ടൈം മാനേജ്മെന്റ് കൊടുക്കണം. അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഏറെയാണ്. പക്ഷെ ആ ഒരു ഹോം ടൈം ടേബിൾ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള എന്തെങ്കിലും നല്ല പ്രോഗ്രാം കാണും. യുവജനങ്ങളാണേലും അവരുടെ ജോലിയും അവരുടെ റിലാക്സേഷനും എല്ലാം അവർ ടൈം മാനേജ് ചെയ്ത് അത് നല്ല കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്ത്. അതെ, ഇപ്പോഴത്തെ യുവജനങ്ങൾ എന്ന് പറയുമ്പോഴല്ലോ, അവർക്ക് പഠിക്കുന്ന കുട്ടികളെ തേടി ജോലി ഇങ്ങോട്ട് വരുന്ന കാലം. അതെ അതെ. പഴയ പോലല്ല. ഒരു 20-22 വയസ്സാകുമ്പോൾ കൈ നിറയെ പൈസ വാങ്ങിക്കുന്ന കാലം. 10-50,000 മേലെ സാലറി 20 വയസ്സിൽ അല്ലെ 21 വയസ്സിൽ കൈ കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതെല്ലാ മാസവും കൈ കിട്ടുക. അപ്പോൾ ഈ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ധാരാളിത്തം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റും ടി വിയും ഒക്കെയാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല അവർക്ക്. അതുകൊണ്ടാണ് കുട്ടികളെല്ലാം ടി വിക്ക് അഡിക്റ്റാണ്. ടി വി വന്നതുകൊണ്ട് പിള്ളേരെല്ലാം പിഴച്ചു, അങ്ങനെ നമുക്ക് പറയണ്ട. ഇപ്പം തീരെ ചുരുക്കം പറഞ്ഞു വരുമ്പം എല്ലായിടത്തും കാണുന്നതിൽ കുറ്റക്കാരും അല്ലെ പ്രശ്നക്കാരും കുട്ടികളല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ലിസി, പ്രശ്നങ്ങൾ മാതാപിതാക്കളുമായിട്ട് റിലേറ്റഡ്. അതെ അതെ. ഒരു കുട്ടിയുടെയും പ്രശ്നം കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല. അല്ല, മാതാപിതാക്കൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും പിള്ളേർക്ക് ഉണ്ടാവില്ല. മുടക്കുമുതലനുസരിച്ചേ ലാഭം പ്രതീക്ഷിക്കാവൂ, കൊള്ള ലാഭം പ്രതീക്ഷിക്കരുത്. അത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാം ഇപ്പോൾ വേണ്ടത് എന്നാണെന്നറിയാം, 1 വെച്ചാൽ 10 കിട്ടും, 10 വെച്ചാൽ 100 കിട്ടി. സൂപ്പർ ലോട്ടോ ഇടപാടാണ്, ലാഭങ്ങളാണ്. അപ്പോൾ കുട്ടികളിൽ നിന്ന് നമ്മൾ അങ്ങനെ അല്ല എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അവരെ കുട്ടിത്തത്തിലേക്ക് നമ്മളൊന്ന് പോകണം. ആ പ്രായത്തിൽ, ആ ചെറിയ പ്രായത്തിൽ. ഇപ്പം നമുക്ക് പണ്ടത്തെ അവധിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ മാങ്ങാപ്പഴം പെറുക്കി അല്ലെങ്കിൽ ചക്കപ്പഴം തിന്ന്, അയലോക്കത്തെ വീട്ടിൽ പോയി അവിടുത്തെ ചക്കപ്പഴം തിന്ന് നമ്മൾ ഓടിക്കളിച്ച് ആ ഒരു കാലം. നമ്മുടെ പിള്ളേർക്ക് ഇതൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. അപ്പം അത് ഈ ഫ്ലാറ്റ് സിസ്റ്റം ഒക്കെ വന്നപ്പോൾ അതിനകത്ത് അവർ ഒതുങ്ങുകയല്ലേ. അപ്പം പിന്നെ അവർക്ക് എന്തോ ഒരു ജീവിതത്തിൽ സന്തോഷമില്ല. എനിക്കിപ്പോൾ എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു സന്തോഷമില്ല, ഒന്ന് പൊട്ടിച്ചിരിക്കുന്ന പോലും ഇല്ല.
പണ്ട് നമ്മളൊക്കെ കൂവി കാറി നടന്നതുപോലെ ഇന്നത്തെ പിള്ളേർ അനുഭവിക്കുന്നുണ്ടോ? അത് അനുഭവിക്കുന്നില്ലെന്നാണ് എൻ്റെ വിചാരം. അവധിക്കാലത്ത് അമ്മ വീട്ടിൽ പോകാൻ അമ്മാവൻ കൊണ്ട്. ഇപ്പം നമുക്ക് അമ്മ വീട്ടിൽ വിടാൻ പേടിയാ, അതെ അതെ. അമ്മാവൻ്റെ കൂടെ വിടാൻ പേടിയാ. എന്തിനാ സ്വന്തം അപ്പനെ പോലും ഏൽപ്പിച്ചേച്ച് പോകാൻ പേടിയാ. ആ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് പിള്ളേർ ഈ ടി വിയിലും ഇതിനുമൊക്കെ അഡിക്റ്റ് ആയിട്ട് ഉൾവലിയുന്ന ഒരിതിലേക്ക് നമ്മൾ തന്നെയാണ് അവരെ അങ്ങനെ ആക്കുന്നത്. പക്ഷെ വേണം, എല്ലാത്തിനും ഒരു സമയം കൊടുക്കണം പിള്ളേർക്ക്. മാതാപിതാക്കൾ അത് വളരെ ചെറുപ്പം. വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ടി വിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്, ടി വി എന്ന് പറയുന്നത് ഒരു കുടുംബ സദസ്സ് ഉണ്ടാക്കാൻ നല്ലതാണ്. അതെ. അപ്പനും അമ്മയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു നല്ല ഒരു പ്രോഗ്രാം, ചിരിച്ച് തമാശ പൊട്ടിച്ചിരിച്ചു, അതൊരു നല്ല അവിടെ ഒരു സോഷ്യലൈസേഷൻ വരും. പക്ഷേ എല്ലാ മുറിയിലും ടി വി വെച്ച് അവനവൻ്റെ മുറി ക്ലോസ് ചെയ്ത് അവിടെ ഇരുന്ന് ടി വി കാണുന്ന ആ ഒരു സിസ്റ്റം ഉണ്ട് പല വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ മോൻ്റെ മുറിയിലും മോടെ മുറിയിലും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൻ്റെ മുറിയിലും അമ്മയുടെ മുറിയിലുണ്ട്, വിസിറ്റിംഗ് റൂമിലുണ്ട്. എല്ലാവരും അവനവൻ്റെതായ ഒരു ദ്വീപ് പോലെ ജീവിക്കുക, അത് കുഴപ്പമാണ്. എത്ര വലിയ വീടാണെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് എല്ലാവരോടും അവിടെ ഒന്ന് കൂടട്ടെ. പണ്ടൊക്കെ കുരിശുവരെയൊക്കെ കഴിഞ്ഞ് വല്യപ്പനും വല്യമ്മ എല്ലാം കൂടി ഇരുന്ന് തമാശ പറഞ്ഞിരുന്നതിന് പകരം എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇട്ടു, എല്ലാവരും കൂടെ ഒന്ന് ഉറക്ക ചിരിച്ചു, അല്ലെ കൂട്ടപ്പാടി, അല്ലെ പിള്ളേർ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ഡാൻസൊക്കെ ചെയ്തു, രസമല്ലേ? അതൊരു തമാശ, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ യുവജനങ്ങൾ അത് ആസ്വദിക്കും. അല്ലാതെ ഇത് ടി വി കാരണം യുവജനങ്ങൾ വഴിപഴിച്ചു പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സീരിയൽ കാണുന്നു, അല്ലെങ്കിൽ പരസ്യങ്ങൾ അവരെ സ്വാധീനിക്കുന്നു, അവരുടെ ഡ്രസ്സും ഫുഡ്. ചോറ് വേണ്ടല്ലോ ആർക്കും. ഇപ്പോഴത്തെ പിള്ളേരായാലും ചോറ് കഴിക്കുമോ? യുവജനങ്ങളൊക്കെ ചപ്പാത്തിയെ കഴിക്കത്തുള്ളൂ, അല്ലെ വേറെ സാധനങ്ങളൊക്കെ കഴിക്കത്തുള്ളൂ. ചോറ് ആര് കഴിക്കും? പല പരസ്യ കമ്പനികളും കുട്ടികളെ ടാർഗറ്റ് ചെയ്താണ് അവർ പരസ്യങ്ങൾ ഉണ്ടാക്കുന്നു, മാർക്കറ്റ്. അതവരെ സ്വാധീനിക്കാറുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. ടി വി യുവജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്ന് ഈ ചർച്ചയിൽ നമ്മൾ കണ്ടു. തെറ്റും ശരിയും എന്താണെന്ന് തിരിച്ചറിയേണ്ടതും അതനുസരിച്ച് കുഞ്ഞുങ്ങളെ നേർവഴിയിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ കടമയാണ്. ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി.